ഹലോ. അപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ളും ദീപകിൻ്റെ മരണവാർത്തയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. ഭയങ്കരമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇതിന് കാരണക്കാരിയായ ആ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്ന പോലെ ആയിരുന്നു. ഈ മരണത്തിന് കാരണമായ ഒരു കാര്യം കൂടി സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത്. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ അദ്ദേഹത്തിന്റെ മരണം ഇത് എല്ലാവരും ആരുമില്ല പ്രതികരിക്കാതെ, എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ഇതിന് കാരണക്കാരിയായ ആ കുട്ടിയുടെ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ആയി. ഇൻസ്റ്റാഗ്രാം വക്കീലന്മാർ വരുന്നുണ്ട്, തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാം. പക്ഷെ എത്രയൊക്കെയായാലും ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു കാര്യം, ആ അമ്മയുടെ കരച്ചിൽ, ദീപകിന്റെ അമ്മയുടെ കരച്ചിൽ നികത്താനാവില്ല. എന്ത് ചെയ്താലും നമ്മളൊക്കെ ഇനി എത്രമാത്രം പ്രതികരിച്ചാലും ആ അമ്മയുടെ കരച്ചിലിന് പരിഹാരം ഉണ്ടാക്കാനോ അതിന് ദീപകിനെ തിരിച്ചു കൊടുക്കാനോ നമുക്ക് കഴിയില്ല. ജീവിതകാലം മുഴുവൻ ഇനി അവർ നീറി മകന്റെ തീരാരോധനം നീറി അവർ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദീപക് മരണത്തിലേക്ക് എത്തിയത്? ഈ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം. സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ ഈ എടുത്തിട്ട് പ്രതികരിക്കുന്ന പോലെ തന്നെയായിരുന്നു ആ പെൺകുട്ടി എടുത്തിട്ട വീഡിയോ നമ്മൾ ഷെയർ ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, ഏറ്റവും വലിയൊരു പ്രശ്നം, അതൊരു രോഗമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യും, നെഗറ്റീവിനെ ഷെയർ ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും എല്ലാവരും. നെഗറ്റീവിന് എന്ത് നെഗറ്റീവ് കാണിച്ചാലും അതാണ് ഏറ്റവും, പോസിറ്റീവിനേക്കാൾ ഏറ്റവും കൂടുതൽ എയറിലേക്ക് പോയി നിൽക്കുന്നത് നെഗറ്റീവാണ്. ഇത് നമ്മുടെ സമൂഹം ഒപ്പിയെടുക്കുകയാണ്. ഞാൻ എന്ത് നെഗറ്റീവാണ് കാണിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈറലാകാം, എനിക്ക് കാശുണ്ടാക്കാം, ഇതാണ് ഇവർ ഒപ്പിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ചിന്തിക്കുന്നേ ഇല്ല, എങ്ങനെയും നെഗറ്റീവ് എന്നൊരു സംഭവമാണ്. കാരണം 2-3 കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ നടക്കുന്ന സെയിം സംഭവം അപ്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ വൈറലാക്കുന്നത്. ബസ്സിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മനുഷ്യനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതാണ്. അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന്, പക്ഷെ അയാളുടെ ഫേസ് ഹൈഡ് ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ നിരപരാധി ആയിരിക്കാം. അവൾക്ക് വൈറലാകാൻ വേണ്ടി തന്നെ അവൾ ഇതൊരു തമാശയായിട്ട്, ഇതൊരു ഇതായിട്ട് എടുത്ത് അത് വൈറലാക്കിയതാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് റീച്ചായി എന്നുള്ളതാണ്. ഇതും ഇപ്പൊ ഈ പെണ്ണും ഇത് കണ്ടിട്ടുണ്ടാവണം. അപ്പൊ അയാളെ ഫേസ് ഹൈഡ് ചെയ്തുകൊണ്ട് അയാൾ ജീവനോടെ ഈ ഭൂമിയിലുണ്ട് അല്ലെ. അപ്പോൾ അത് കാണിച്ചത് ഇന്ന് ഒരുപാട് പേർക്ക് ആ പെൺകുട്ടിനല്ല, അല്ലെങ്കിൽ ആർക്കും അറിയത്തില്ല. അപ്പൊ ആ പെൺകുട്ടി കാണിച്ചതിൽ എന്തെങ്കിലും ശരിയുണ്ട്, അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാര്യം അയാൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അയാളുടെ ഫേസ് കാണിക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിട്ടില്ല. പക്ഷെ അത് അവിടെ മുളയിലേ നുള്ളിയിരുന്നെങ്കിൽ ഇന്ന് ദീപക് എന്ന് പറയുന്ന ആള് ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പ്രതികരിച്ചില്ല. അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എല്ലാവരും അത് അങ്ങ് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തു, സോഷ്യൽ മീഡിയ അതങ്ങ് വൈറലാക്കി. അതുപോലെ തുമ്പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ പേഴ്സണൽ കാര്യമാണ്, എന്നാൽ പോലും ആ കുട്ടി സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത് തന്നെയല്ലേ ഈ വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നത്. ആ കുട്ടി ശരീരത്തിന്റെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിക്കാം. അത് കാണിച്ചപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥ ആ കുട്ടി ഒരുപാട് കാശുണ്ടാക്കി. ഇതൊരു നെഗറ്റീവ് കാര്യമാണ്. ഈ ഒരു നെഗറ്റീവ് അത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വളർന്ന് പറഞ്ഞ പെൺകുട്ടികൾ കുഞ്ഞു മോൾമാരോട് പറയുമോ, മോളെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുള്ള ഡ്രസ്സ് ഇടണം, എക്സ്പോസ് ചെയ്ത് കാണിക്കണം, അങ്ങനെയാണെങ്കിൽ കാശുണ്ടാക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കും? ഒരിക്കലും ഇല്ല. നമ്മൾ മാക്സിമം അവരെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നല്ല രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഗുഡ് മെസ്സേജ് അല്ല. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു? സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് ഷെയർ ചെയ്യും, എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു? ഇതാണ് മാറേണ്ടത്. അല്ലാതെ ഈ പെൺകുട്ടിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നാളെ ഒരുപാട് ദീപക്കുമാർ ആത്മഹത്യ ചെയ്യും. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. ഇത് കാര്യം ഈ സ്ത്രീ, ഈ ദീപകിന്റെ മരണത്തിന് കാരണമായ ഈ സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ ബ്ലോക്ക് ആയിട്ടുണ്ടോ, എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. വളരെ വേഗത്തിലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് കൂടി. അവൾക്ക് വേണ്ടതും അതായിരുന്നു. അപ്പൊ അതും ചെയ്യുന്നുണ്ട്, അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, എനിക്ക് സോഷ്യൽ മീഡിയയോടുള്ള ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആളുകളോട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു ഗുഡ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളല്ലാതെ നെഗറ്റീവായി നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുക. അതായത് ഇങ്ങനെയും സംഭവിക്കുക, അതുകൊണ്ട് നിങ്ങൾ ആരും ഈ അപകടത്തിൽ ചെന്ന് പെടരുത് എന്നുള്ള സന്ദേശം അല്ലാതെ ബാക്കിയുള്ള ഇതേപോലത്തെ വൃത്തികെട്ട സംഭവങ്ങൾ, ഒരാളുടെ ജീവിതം, ഒരാളുടെ ജീവൻ പൊലിഞ്ഞു പോകുന്ന മാനസികാവസ്ഥയിൽ കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തിനു ഷെയർ ചെയ്യണം, എന്തിനു സപ്പോർട്ട് ചെയ്യണം?
എന്തിനു സപ്പോർട്ട്? അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്. അത് എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുക്കണം. ഒരിക്കലും കാര്യം ഒരെണ്ണം അങ്ങനെ ഒരാൾ കണ്ടപ്പോൾ ഞാനാണ് അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ അത് എവിടം വരെ കൊണ്ടെത്തിച്ച്, മീൻസ് എവിടെയാണോ അറിയിക്കേണ്ടത് അവിടെ അറിയിച്ച് അത് ബ്ലോക്ക് ചെയ്യിപ്പിക്കണം. അത് ഷെയർ ചെയ്ത് പോകരുത്. വാട്സപ്പിലൊക്കെ പറയണം ഇത് ഷെയർ ചെയ്യരുത്, ഈ ഒരു സംഭവം ഷെയർ ചെയ്യരുത്, അത് ബ്ലോക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആൾക്കാർ അത് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഇപ്പം തന്നെ നിങ്ങളൊരു കാര്യം അറിയിച്ച ഒരു ജാസിയും ഒരു ഹെലനോപ്സ് പാട്ടയും ഈ സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഉണ്ടാക്കിയ സംഭവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ എന്ത് ഗുഡാണുള്ളത്? ഒരു നല്ല കാര്യമുണ്ടോ? അങ്ങോട്ട് ചീത്ത വിളിക്കുക, ഇങ്ങോട്ട് ചീത്ത വിളിക്കുക. ഒരു വളർന്നു വരുന്ന ഒരു സൊസൈറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മ, അച്ഛൻ, നമ്മുടെ ഫാമിലീസ്, അവരൊക്കെ കാണാൻ പറ്റിയ ഒരു സംഭവമാണോ അത്? പറയാൻ പറ്റിയ ഒരു സംഭവമാണ്. ജാസി എന്തോ പൊക്കി കാണിച്ചു പറയുക, അതിനെതിരെ ചീത്ത വിളിക്കുക, പിന്നെ അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഫൈറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തിനു നമ്മൾ കാണണം? നമ്മൾ എന്തിനു ഷെയർ ചെയ്യണം? നമ്മൾ എന്തിനു സപ്പോർട്ട് ചെയ്യണം? ബ്ലോക്ക് ചെയ്യുക, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുക. കൊള്ളൂലാത്തതൊക്കെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് എല്ലാവരും അങ്ങനെ ഒരു തീരുമാനം ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വക വൃത്തികെട്ട പരിപാടികൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കും. കാര്യം ബ്ലോക്ക് എതിർക്കുക. ഇപ്പൊ ഇതെങ്ങനെ നിങ്ങൾ ചെയ്തു? ഇപ്പൊ ഈ പെൺകുട്ടി ഈ വൃത്തികെട്ട കാര്യം ചെയ്തു, ഒരു പാവ മനുഷ്യന്റെ ജീവൻ അപഹരിച്ച ഈ സ്ത്രീക്കെതിരെ നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ തോന്നി? നിങ്ങൾ എങ്ങനെ ഇത് ചെറുത്ത് നിർത്തി? ഇതേപോലെ ആയിരിക്കണം ഇതുപോലത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ട് തീരും. ഇനിയും ഇതുപോലെ വരും. ഒരുപാട് നിരപരാധികൾ മരണപ്പെടും. ഇതിനു മുന്നേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും മരിക്കാനുള്ള ധൈര്യമില്ല. ആർക്കും മരിക്കാനുള്ള ധൈര്യമില്ല. മരിക്കാൻ പേടിയാണ്. ഈ ലോകത്തെ എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്. അങ്ങനെ മരിക്കണം എന്നുണ്ടെങ്കിൽ അവർ തകർന്നു പോയത് എത്രമാത്രമാണെന്ന് ചിന്തിച്ച് നോക്കണം. എത്രമാത്രം മാനസികമായിട്ട് അവർ അത്രയ്ക്കും തകർന്നു പോയാൽ മാത്രമേ അവർ മരണത്തിലേക്ക് പോവുള്ളൂ. മരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. മരണം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കൊല്ലാൻ എളുപ്പമാണ്, നമ്മൾ കൊല്ലുകയാണ്. അപ്പൊ അത് മനസ്സിന് ധൈര്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റും. കൊല്ലുന്നവരുണ്ട് മാനസികാവസ്ഥയിൽ. പക്ഷെ സ്വയം മരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം. അത്രയും തകർന്നു പോയാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പിന്നെ ഇനി നെക്സ്റ്റ് വളർന്നു വരുന്ന കുട്ടികളുടെ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും കൂടപ്പിറപ്പുകളോടുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ പെൺകുട്ടികളെയാണെങ്കിൽ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ, നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട കുറേ മെസ്സേജുകളുണ്ട്. ഒരു യാത്ര സ്ഥിരമായി ചെയ്യേണ്ടി വരും. നമ്മുടെ മക്കളും നമ്മളും ഒക്കെ യാത്ര ചെയ്യേണ്ടി വരാം. പല തരത്തിലുള്ള ആൾക്കാരാണ്. ഒരേ മാനസിക അവസ്ഥയുള്ള ആൾക്കാരുടെ കൂടെ ഒരിക്കലും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പലരും പല മൈൻഡുള്ളവരാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഒരുപാട് പ്രഷറുള്ളവരുണ്ടാവും, പല ഇതിലുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളടുത്ത് അവർ പ്രതികരിച്ച് അതൊരു വികാരമാണ്. ഒരു മനുഷ്യൻ നമ്മുടെ ശരീരത്തെ സ്പർശിക്കാൻ തോന്നി അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു, ആ സ്പോട്ടിൽ അയാൾക്കുണ്ടാവുന്ന ഒരു വികാരമാണത്. അത് അവിടെ ആ വികാരം അവിടെ തന്നെ കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. അല്ലാതെ അയാളെ കൊല്ലാനല്ല. ഇതൊരു കൊലപാതകമല്ല. ഇതെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വികാരമാണ്. ഈ വികാരത്തെ അവിടെ തന്നെ അടച്ചു മൂടുക. അല്ലാതെ അത് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തെറിഞ്ഞിട്ട് കൊല്ലുകയല്ല വേണ്ടത്. അത്ര വലിയ ശിക്ഷയല്ല കൊടുക്കേണ്ടത്. നമ്മൾ ആ സ്പോട്ടിൽ അവിടെ തീർക്കുക. നാളെ അയാൾ തിങ്ക് ചെയ്യണം, ഞാനിനി അടുത്തൊരാളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാലും തിങ്ക് ചെയ്യണം. അല്ലാതെ വീഡിയോ എടുത്ത് വിനോദം കാണിക്കുകയല്ല ചെയ്യേണ്ടത്. വിനോദമല്ല അവിടെ വേണ്ടത്. സ്പോട്ടിൽ പ്രതികരിക്കണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെടാത്ത അവിടെ ഒന്നും സംഭവിക്കാനില്ല. എല്ലാവരും പ്രതികരിക്കാൻ പഠിക്കണം. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ പിടിച്ച ഇപ്പൊ കഴിഞ്ഞ മാസം എനിക്ക് ഒരു യാത്ര ഉണ്ടായിട്ടോ. ബസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ബസ്സിൽ അപ്പൊ എന്റെ പുറകിലത്തെ സീറ്റിൽ ഞാൻ എൻഡിലായിരുന്നു വരുന്നത്. ഈ ഒരു സൈഡിൽ പുറകിലിരിക്കുന്ന പുള്ളിക്കാരൻ ഒരു കണ്ടക്ടറോട് ഒരുമാതിരിയൊക്കെയാണ് സംസാരിച്ച കാര്യം. ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല. എന്തായാലും ആളിങ്ങനെ കൈ പുറകിൽ കിട്ടില്ല, ഇവിടെ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ മിണ്ടിയില്ല, കാര്യം അബദ്ധത്തിൽ സംഭവിക്കാം അല്ലേ. അതുകൊണ്ട് ഈ നെക്സ്റ്റ് ടൈം ആണെങ്കിൽ അത് അബദ്ധമല്ല, റിപ്പീറ്റ് ചെയ്താൽ അബദ്ധമല്ല. അപ്പൊ ആദ്യം അബദ്ധമാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, കുഴപ്പമില്ല, തിരിഞ്ഞ് നോക്കിയിട്ട് ഓക്കെ സോറി മിണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ടൈം പിന്നെയും വന്നു. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വമാണ്. ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നിന്ന് അയാളോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ? എന്തിനാ കൈയിട്ട് എന്നെ തോണ്ടി വിളിച്ചേ? എന്താ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, എന്താ ഏട്ടാ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, സോറി അത് അറിയാതെ പറ്റിയതാണ്, സോറി എന്ന് പറഞ്ഞു. ക്ഷമിച്ചു, കഴിഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങുന്നവരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ തൊട്ടടുത്തിരുന്ന സ്ത്രീ, അവര് എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഇറങ്ങിപ്പോയപ്പോൾ അവർ ആ സീറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ പ്രതികരിച്ചതിന് ശേഷം ആ സ്ത്രീ എന്നോട് പറയാ, ഇയാൾ എന്നോടും ഇങ്ങനെ കാണിച്ചു. എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല? അവർ ആ സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അവർ എന്നെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു, പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വരുവാണ്. ഇതാണ് സൊസൈറ്റി. പ്രതികരിക്കില്ല.
അവിടുന്ന് അയാൾ എന്തും കാണിച്ചോട്ടെ, വേണ്ട മാറി ഇരുന്നോളെ, ഇങ്ങനെ ചെയ്ത് ഈ പ്രവണതയെ ഇല്ലാതാക്കണം. നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കുക, അല്ലാതെ വീഡിയോ എടുത്ത് വൈറലാക്കി എന്തൊക്കെ ചെറ്റത്തരങ്ങളാണ് ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. ഇനി ഈ ന്യൂസുകാരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ ന്യൂസുകാരും ഇതുപോലെ തന്നെ പ്രചോദനം. ഒരു സംഭവം നടന്നാൽ ഈ മൈക്കും തൂക്കി പിടിച്ച് പറന്നവിടെ എത്തിയിട്ട് ആദ്യം എന്താണോ കേൾക്കുന്നത് അതിനെ എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിൽ വാർത്തയിലൂടെ അങ്ങ് പ്രചരിപ്പിക്കുക. സത്യം അതൊന്നും ആയിരിക്കില്ല. പിന്നീടാണ് സത്യം. ഇവര് തന്നെ പിന്നെ തിരുത്തി പറയും, അത് ഇങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയാണ് സംഭവിച്ചത്, അതാണ് ഇതാണ് എന്ന് പറയും. ആദ്യം തന്നെ ഫുൾ കിട്ടുന്നത് എന്താണോ അത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മരണം സംഭവിച്ച ആ വീട്ടിൽ അച്ഛനാവട്ടെ അമ്മയാവട്ടെ സഹോദരനാവട്ടെ അവരോടൊക്കെ ചെന്ന് നിന്ന് കരഞ്ഞ് തകർന്ന് മാനസികമായിട്ട് പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യനും ധൈര്യം ഉണ്ടായാലും അവരോടൊന്ന് സംസാരിക്കാൻ പറ്റും. കാരണം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇവർ ഈ മയക്കം തൂക്കി ചെന്നിട്ട് ചോദിക്കും, ഈ മരിച്ച ആൾ ഇന്നലെ എന്താ കഴിച്ചേ, എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയി മരിച്ചേ? ഇതുപോലത്തെ നെഗറ്റീവ് ചോദ്യങ്ങളാണ് ഇവരുടെ വായിൽ നിന്ന് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ വീട് കാര്യങ്ങൾ അവസ്ഥയൊക്കെ കാണിച്ചാൽ മതി. ഇത് തന്നെയാണ് ഇവരും കൊടുക്കുന്നത്. ആദ്യം മാറേണ്ടത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. അതായത് ഈ വക നെഗറ്റീവുകൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം. ഈ ദീപകിന്റെ മരണത്തോടു കൂടി ഇതിവിടെ സ്റ്റോപ്പ് ആവണം. നെഗറ്റീവ് ആരും സപ്പോർട്ട് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. ഓക്കെ, അതാണ് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കും. അല്ലാതെ പ്രതികരിച്ചത് കൊണ്ട് ഗുണമില്ലാത്ത പ്രതികരണങ്ങൾ വന്നിട്ട് കാലം ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരുപാട് എല്ലാവരും കേൾക്കാൻ ഭയങ്കര ഇതാണ്. അയ്യോ ആ പെണ്ണിനെ തെറി വിളിക്കുന്നത് എന്ത് കാര്യം, ആ പെണ്ണിനെ എന്തോരം തെറി വിളിക്കുന്നത്, തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? തെറി വിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രതികരിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ഒരാളുടെ മരണത്തിന് ശേഷമല്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലാണ് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത്. സംഭവിക്കുന്നതിന് മുന്നേ സംഭവിക്കാം എന്നൊന്നും ചിന്തിക്കത്തില്ല. ഒരു അപകടമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞെത്തും, അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പേ തീരുമാനം എടുക്കണം. ഈ അഫ്സ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് വൈറലാക്കി അവള് റീച്ചായി എന്ന് കണ്ടപ്പോഴാണ് അടുത്ത ആൾ ഇറങ്ങിയത്. ഓരോന്നും നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് അവരിത് ആവർത്തിക്കുന്നത്. അപ്പം അത് സപ്പോർട്ട് ചെയ്യില്ല എന്നായാലും ആരും അങ്ങനെ ചെയ്യാനായിട്ട് തുനിയില്ല. വളർന്നു പറഞ്ഞവർക്ക് ഗുഡ് മെസ്സേജ് കൊടുക്കുക.